Yes, good evening. Good evening, sir. Good evening, sir. Yes, Good evening, sir. good evening, good evening. How are you? Fine, sir. Very good, very good. Just now, Yes, sir. how are you? I am fine. Yes, very good, very good. Okay, let us start. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പല പല കാരണങ്ങൾ കൊണ്ട് ആക്ടിവിറ്റി വന്ന് സമയം പോയപ്പോൾ നമ്മൾ എടുത്തില്ല. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 14 ആണ്, 14. യൂണിറ്റ് 14 ക്വസ്റ്റ്യൻ ടാഗ്. യൂണിറ്റ് 14 ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ലാസ്റ്റ് ഒരു അല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ നിങ്ങളൊരു വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന സുഹൃത്ത് അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുന്നത് കാണാം. എന്നാലും നമ്മൾ ചോദിക്കും ചായ കുടിക്കുകയാണ് അല്ലേ എന്ന് ചോദിക്കും. ആ അല്ലേ എന്ന് ചോദിക്കില്ലേ, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ടാഗ് ക്വസ്റ്റ്യൻ പറയുന്നത് അല്ലേ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. വളരെ എളുപ്പമായിട്ടുള്ള ഒരു സംഗതിയാണ് ടാഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് അഥവാ ടാഗ് ക്വസ്റ്റ്യൻ. നമുക്ക് സെന്റൻസുകളെ രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്നും പറയും, രണ്ടാമത്തേതിനെ നെഗറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്ന് പറയും. ഇല്ല, വന്നിട്ടില്ല, പോയിട്ടില്ല, എടുത്തിട്ടില്ല. ഇല്ല എന്നർത്ഥം വരുമ്പോൾ അത് നെഗറ്റീവും, വന്നിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് പോസിറ്റീവായി. അപ്പൊ നെഗറ്റീവ് വാചകങ്ങളെയും പോസിറ്റീവ് വാചകങ്ങളെയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. നെഗറ്റീവ് വാചകങ്ങളിൽ നോട്ട് എന്നോ നെവർ എന്നോ അങ്ങനെയൊക്കെയുള്ള വേർഡുകൾ ഉണ്ടാവും. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാം അത് നെഗറ്റീവ് വാചകമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വാചകങ്ങളെ നമ്മൾ രണ്ടായിട്ട് വിഭജിക്കുന്നു. ഒന്നിനെ പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്നും രണ്ടാമത്തേനെ നെഗറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്നും പറയും. ഓക്കെ, അത്രയും പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെഗറ്റീവ് എങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഉണ്ടാവും, നെവർ ഉണ്ടാവും, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നു കഴിയുമ്പോൾ അത് നെഗറ്റീവ് ആണ് നമുക്ക് മനസ്സിലാവും. യെസ്. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിലേക്ക് വേണ്ടത്, തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവും, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അത് മറക്കരുത്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഞാനപ്പോ ഒന്നുകൂടി പറയാം. സെന്റൻസുകളെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഒന്ന് പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്നും രണ്ടാമത്തേനെ നെഗറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്നും പറയുന്നു. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവും ആയിരിക്കും. ഇതാണ് ടാഗ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അതിന് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ എങ്ങനെയാണത് ടാഗ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ചില എക്സെപ്ഷൻസ് ഒക്കെ വരും. ആ എക്സെപ്ഷൻസ് വരുമ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒരു വാചകം എഴുതുക. ഞാൻ പറയുന്ന വാചകം എഴുതുക.
ഷീ ഈസ് നോട്ട് ഹിയർ. ഷീ ഈസ് നോട്ട് ഹിയർ, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, സർ ഒന്നുകൂടെ പറയാം. ഒന്നുകൂടി പറയാം മുബീന. ഷീ ഈസ് നോട്ട് ഹിയർ. ഓക്കെ ആൻസി, ഷീ ഈസ് നോട്ട് ഹിയർ. ഓക്കെ, ഷീ ഈസ് നോട്ട് ഹിയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഈ തന്നിരിക്കുന്ന വാചകം മുബീന പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? നെഗറ്റീവ്. എങ്ങനെ മനസ്സിലായി? നോട്ട് ഉണ്ട്, നോട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ മനസ്സിലായി നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. ഷീ ഈസ് നോട്ട് ഹിയർ, അവൾ ഇവിടെ ഇല്ല എന്ന് എഴുതുമ്പോൾ ഷീ ഈസ് നോട്ട് ഹിയർ. ഓക്കെ, യെസ്. അപ്പോ ഇത് നെഗറ്റീവ് ആണ് വാചകമെങ്കിൽ ഇതിന്റെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാൻ നോക്കാം. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തില് നമ്മൾ നോക്കേണ്ടത് ബി വെർബ് പോലെയുള്ള എന്തെങ്കിലും വെർബുകൾ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതിപ്പോ ഏതൊക്കെയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഈസ്, ആം, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഷുഡ്, കുഡ്, ഇങ്ങനെയൊക്കെയുള്ള ഓക്സിലറി ആയിട്ടുള്ള വെർബുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനാദ്യം നമ്മളൊന്ന് എടുക്കണം. അപ്പൊ മുബീന, ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ഷീ ഈസ് നോട്ട് ഹിയർ എന്ന് പറയുന്നത് അതില് അതുപോലെയുള്ള വെർബ് ഏതാ ഉള്ളത്? ഈസ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ഈസ് എടുത്താൽ മതി, നോട്ട് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഈസ് നമ്മൾ പുറത്തേക്ക് എടുത്താൽ ഈസ്. പിന്നെ ഇനി സബ്ജക്ട് ഏതാണ്? ഷീ അല്ലേ? അപ്പൊ ഈസ് ഷീ എന്ന് എഴുതി കഴിഞ്ഞാല് ആൻസർ കറക്റ്റ് ആയി. എളുപ്പമല്ലേ? അപ്പൊ തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ആദ്യം നോക്കുന്നു. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗും എന്ന് പറഞ്ഞു. തന്നിരിക്കുന്ന വാചകത്തിലുള്ള ഓക്സിലറി വെർബ് നേരത്തെ ആൻസി പറഞ്ഞതുപോലെ ആ ഓക്സിലറി വെർബ് ഏതൊക്കെയാണെന്ന് നോക്കുന്നു. അപ്പോ ഈസ് വരാം, ആം വരാം, ആറ് വരാം, വാസു വരാം, വേറ് വരാം, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മൾ നോക്കുന്നു. ആ സംഗതികൾ എടുത്തിട്ട് അതിന്റെ കൂടെ സബ്ജക്റ്റും കൂടി ചേർത്ത് നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇനി ഈ വാചകം തന്നെ നമ്മൾ ഒന്നുകൂടി എഴുതണം. ആ വാചകം രണ്ടാമത് ഒന്നുകൂടി എഴുതി. അപ്പൊ എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നോട്ട് ചേർക്കണ്ട, ഷീ ഈസ് ഹിയർ എന്ന് എഴുതിയാൽ മതി. ഷീ ഈസ് ഹിയർ, കോമ, ഓക്കെ ആൻസി, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ലതിക? ഓക്കെ, ഈ തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? പോസിറ്റീവ് ആണ്. ഓക്കെ ഓക്കെ, പോസിറ്റീവ് ആണ്. കാരണം അത് നോട്ടില്ല. ഷീ ഈസ് ഹിയർ എന്ന് പറയുമ്പോൾ അതില് നോട്ടൊന്നും വന്നിട്ടില്ല, നെവർ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് എന്ന് പറയാം. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ ലതിക, ഓക്കെ ഓക്കെ വിളിച്ചോളാം. പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഏതാണെന്ന് നോക്കി ഈസ് കിട്ടി. ഈസ് വാചകം പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈസിന്റെ കൂടെ ഒരു നോട്ട് എന്നും കൂടി ചേർക്കാം. ഈസ് പ്ലസ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിൻഡ് എന്നർത്ഥം. എന്താണ്? ഈസിൻഡ്. അപ്പൊ എന്ത് വരും? ISN അപ്പോസ്ട്രോഫി T, ഈസിൻഡ്. അപ്പൊ ഈസിൻഡ് ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൻസർ കേട്ടോ. ഒരു വാചകം നെഗറ്റീവ് ആയപ്പോ പോസിറ്റീവ് ടാഗും, വാചകം പോസിറ്റീവ് ആയപ്പോ നെഗറ്റീവ് ടാഗും വന്നു. ഇത്രയുള്ളൂ കേസ്. സിമ്പിൾ അല്ലേ?
അപ്പൊ എന്താണ് നോക്കേണ്ടത് നമുക്ക് ചെയ്യാനായിട്ട്? തന്നിരിക്കുന്ന വാചകം ഒന്ന് വായിച്ചു നോക്കുന്നു. സെന്റൻസ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് എന്ന് ആദ്യം നോക്കുന്നു. പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഹെൽപ്പിംഗ് വെർബ് ഈസ് ആർ എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബ് നമ്മൾ പരിഗണിക്കുന്നു. ആ ഹെൽപ്പിംഗ് വെർബ് നമ്മൾ എടുത്തിട്ട് സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഹെൽപ്പിംഗ് വെർബിനെ കൂടി നോട്ട് ചേർക്കുന്നു. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർക്കാതെ എഴുതുന്നു, നോട്ട് ചേർക്കാതെ എഴുതുന്നു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? പറഞ്ഞതില് എന്തെങ്കിലും ഡൗട്ട്? ഇല്ല അല്ലേ? ആ പറഞ്ഞു നസീമ. ഡൗട്ട് ഇല്ല. ഡൗട്ട് ഇല്ല. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നസീമിനോട് തന്നെ അടുത്ത ചോദ്യം ചോദിക്കാം. അല്ല, ചോദ്യം ചോദിക്കല്ല, എഴുതാം. എഴുതിയിട്ട് നമുക്ക് പറയാം. I am not a rich lady. I am not a rich lady. Okay, comma, dash, question mark. I am not a rich lady. Comma, dash, question mark. ഓക്കെ നസീമ, അതിന്റെ ടാഗ് ഒന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് പറഞ്ഞേ. ആമൈ. ആമൈ. വെരി ഗുഡ്, കറക്റ്റ് ആണ്, ശരിയാണ്. ആമൈ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ശരിയാണ്. ഐ ആം നോട്ട് എ റിച്ച് ലേഡി. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ ഐ ആം നോട്ട് നെഗറ്റീവ് ആണ്. അതിൻ്റെ അകത്തുള്ള ഹെൽപ്പിംഗ് വെർബ് നോക്കി, അത് ആം ആണ്. ആമിന്റെ കൂടെ ഐയും കൂടി ചേർത്ത് ആമൈ എന്ന് എഴുതി. അടുത്ത ചോദ്യം, അടുത്തത് ഇതേ വാചകം തന്നെ, നോട്ട് കളയാം. നോക്കിയേ, ഇത് ഐ ആം എ റിച്ച് ലേഡി. ഐ ആം എ റിച്ച് ലേഡി, കോമ, ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. കോമ, ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. ശരണ്യ, ശരണ്യ, ആൻസൽ, ആനി ജോസഫ്. യെസ്. ആൽഫ കെ ജേക്കബ്. യെസ് സർ. ഓക്കെ, ഈ സെന്റൻസിന്റെ ടാഗ് ഒന്ന് പറഞ്ഞേ. ആറന്റ് ഐ ആണോ? ആമിന്റെ അല്ലേ അല്ലേ? ആറിന്റെ നിന്നാണ്. ആമിന്റ് വരുമോ സർ? യെസ്, വരൂല. ഓക്കെ, കറക്റ്റ് ആണ്. യുവർ ആൻസർ ഈസ് റൈറ്റ്. ഞാൻ വെറുതെ ഒന്ന് തെറ്റിക്കെങ്കിൽ തെറ്റി പറയട്ടെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞതാണ്. യു ആർ റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ് കേട്ടോ. അപ്പൊ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ഇവിടെ ശ്രദ്ധിക്കുക, പെട്ടെന്ന് നമുക്ക് തോന്നും ആം പ്ലസ് നോട്ട് ആമിൻഡ് എന്ന് എഴുതേണ്ടതല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഒരു വേർഡ് ഇംഗ്ലീഷിൽ ഇല്ലാത്തത് കൊണ്ട് ആമിൻഡ് എന്ന് എഴുതണ്ട. അവിടെ എല്ലായിടത്തും എന്ത് എഴുതണം? ആറിൻഡ് എന്ന് എഴുതിയാൽ മതി. ആറിൻഡ്, AREN അപ്പോസ്ട്രോഫി T. ഓക്കെ, അത് എഴുതിയാൽ മതി. അത് കറക്റ്റ് ആണ്. അപ്പൊ ഒരു എക്സെപ്ഷണൽ കേസാണ്. അതൊരു എക്സെപ്ഷൻ ആയിട്ടൊന്ന് ഓർത്തിരിക്കുക, മനസ്സിൽ ഓർത്തിരിക്കുക. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ആദ്യം നോക്കുക. പോസിറ്റീവ് ആണ് എങ്കിൽ ടാഗ് നെഗറ്റീവും, നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവുമായിരിക്കും.
ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവും, പോസിറ്റീവും ആണെങ്കിൽ ടാഗ് നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ഓക്സിലറി വെർബുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തിൽ ഈസ് ആം ആർ മാത്രം നോക്കിയാൽ പോരാ, വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഓക്കെ, ആൻസി ബേബി. യെസ് സർ. ഓക്കെ, ഇതൊന്ന് വായിച്ചേ. ആ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് കണ്ടോ? ഓരോന്ന് വായിച്ചേ. ഓക്കെ, ഈസ് നെഗറ്റീവ് ഫോം ഈസ് ഈസിൻ. ഓക്കെ ഓക്കെ ഓക്കെ, സാവകാശം നോക്കിയേ. ഈസ് എന്നുള്ളതിനെ കൂടി നോട്ട് ചേർത്ത് കഴിയുമ്പോ ഈസിൻഡ്. അതെങ്ങനെ എഴുതുന്നത്? ISN''T ഈസിൻഡ്. അടുത്ത് വായിച്ചോ. Then second one, am plus not aren't. ആം ഇപ്പൊ നമ്മൾ ചെയ്തത് ആം പ്ലസ് നോട്ട് ആമിറ്റ് എന്ന് പറയരുത്, അതിനൊരു വേടില്ല. അങ്ങനെ പറയേണ്ട സ്ഥലത്ത് എല്ലാവരും ആറിൻഡ് എന്ന് പറയാം. AREN''T ആറിൻഡ്. ഓക്കെ, അടുത്തത്. Then third one, are plus not aren't. അതിന്റെ ഇപ്പുറത്തുണ്ട്. ആറിന്റെ കൂടെ നോട്ട് വന്നു കഴിഞ്ഞാല് ആർ പ്ലസ് നോട്ട് ആറിൻഡ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അടുത്തത്. Then fourth one, was plus not wasn't. വാസ് പ്ലസ് നോട്ട് വാസിൻഡ്. ഓക്കെ ഓക്കെ, അടുത്തത്. Then fifth one, were plus not weren't. വെർ പ്ലസ് നോട്ട് വേറിൻഡ്. ഓക്കെ 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 ഓക്കെ, നിൽക്കട്ടെ ആൻസി. വെർ പ്ലസ് നോട്ട് വേറിൻഡ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് കേട്ടോ. ലിജി ജോബി. Has plus not hasn't. ഓക്കെ, ഹാസ് പ്ലസ് അവകാശം നിർത്തി വായിച്ചാൽ മതി. ഓക്കെ, ടെൻഷൻ ഒന്നും വേണ്ട. ഹാസ് പ്ലസ് നോട്ട് ഹാസിൻഡ്. അതെങ്ങനെ എഴുതേണ്ടത് കൂടി അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. HASN''T. ഓക്കെ, വായിച്ചോ. അടുത്ത വായിച്ചോ ലിജി. Have plus not haven't. ഓക്കെ, അടുത്തത്. Had plus not hadn't. ഓക്കെ, അടുത്തത്. Do plus not don't. ഡു പ്ലസ് നോട്ട് ഡോണ്ട്. ഓക്കെ, അടുത്തത്. Does plus not doesn't. ഡസ് പ്ലസ് നോട്ട് ഡസിൻഡ്. ഓക്കെ, അടുത്തത്. Did plus not didn't. Can plus not can't. കാണ്ട്. Could plus not couldn't. യെസ്. Will plus not won't. വിൽ പ്ലസ് നോട്ട് വോണ്ട്. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തൊരാള്. മുബീന. Yes, sir. വായിക്കുന്നു വായിക്കുന്നു. ഗുഡ്, Would plus not wouldn't. വെരി ഗുഡ്. May plus not mayn't. ഓക്കെ, അടുത്തത്. Might plus not mightn't. യെസ്. Shall plus not shalln't. ഓക്കെ 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 ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നിസിയ. Shall plus not shan't. Should plus not shouldn't. വെരി ഗുഡ്. Must plus not mustn't. Need plus not needn't. Dare plus not daren't. ഓക്കെ, Used plus not didn't. യെസ്. Ought plus not oughtn't. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള ഓക്സിലറി വെർബ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഇലക്ട്രിക് സെല്ല് വന്നിരിക്കുന്നത് മുഴുവനും അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള ഓക്സിലറി വെർബ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യണം. അപ്പൊ അതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കും, ഇത് നമ്മൾ ചെയ്യുമ്പോൾ വാചകം നമ്മൾ നോക്കുക, നോക്കിയിട്ട് അതിൻ്റെ കൂടെ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് ആദ്യം നോക്കുക.
അത് കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് നോക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? സബ്ജക്റ്റ് നോക്കി കഴിഞ്ഞതിന് ശേഷം നോട്ട് ചേർക്കുക. നോട്ട് ചേർക്കാത്തതെങ്കിൽ നോട്ട് ചേർക്കാതിരിക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. ഓക്കെ, സംഭവം പിടി കിട്ടിയാലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട്? ഇപ്പൊ ഈ പറഞ്ഞതില് എന്തെങ്കിലും ഡൗട്ട്? നമുക്ക് എക്സസൈസ് നമുക്ക് ചെയ്യാം. ഇനി ഡൗട്ട്? ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും. ഓക്കെ, യെസ്. ഞാനിപ്പോ വേറൊരു വാചകം പറയണം. മോനിഷ മനു. ഓക്കെ, ഞാൻ വേറൊരു വാചകം പറയണം. അത് എഴുതിക്കോ. ഷീ went to WENT. She went to Delhi. She went to Delhi, comma, dash, question mark. Okay, ഇതിന്റെ എന്ത് വരുമെന്ന് പറയാൻ പറ്റും മനുഷ്യ? She went to Delhi. അപ്പൊ മോനിഷയ്ക്ക് തോന്നുമ്പോ ഒരു കൺഫ്യൂഷൻ തോന്നും അല്ലെ? കാരണം ഇതിന്റെ അകത്ത് നമ്മള് ലെഫ്റ്റ് സൈഡിൽ കണ്ട ഒരു സാധനവും ഇതിന്റെ അകത്ത് ഇല്ല. ഈ സാമാറ്, വാസ്, വേറെ, ഹാസ്, ഹാവ്, ഹാഡ്, ഇത് ഈ പറഞ്ഞ ഒരു സംഗതി ഇതിന്റെ അകത്ത് കാണാനില്ല. ഓക്കെ ആൻസി. ഓക്കെ മോനിഷയ്ക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വുഡിന്റ് ഷീ. ഓക്കെ, ആൻസി പറയൂ. Sir, it's didn't she? Didn't she? Okay. Because went എന്ന് പറയുന്നത് past tense form ആണല്ലോ, അപ്പൊ അവിടെ did ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് അറിയാവുന്ന പാടില്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. അപ്പൊ അങ്ങനെ തന്നിരിക്കുന്ന വാചകത്തില് ഒരു ഓക്സിലറി വെർബ് ഇല്ലാന്ന് വിചാരിക്കും. ഈ സാമാറ്, വാസ്, വേറെ, ഹാസ്, ഹാവ്, ഹാഡ് ഇങ്ങനെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. അങ്ങനെ ഒന്നുമില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻ വെർബിനെ പിടിക്കണം. മെയിൻ വെർബ് ഏതാണെന്ന് നോക്കാം. മെയിൻ വെർബ് നോക്കി കഴിയുമ്പോ വെന്റ് എന്നുള്ളതല്ലേ മോനിഷ മെയിൻ വെർബ്, മെയിൻ ആയിട്ടുള്ള വെർബ്. ഗോ പ്രസന്റ്, ഗോ വെന്റ്, ഗോണില്ല, ഗോ പോവുക, വെന്റ് ഫസ്റ്റ് ടെൻസ് പോയി. ഓക്കെ, മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബ് വെറുതെ നോക്കിയാൽ പോരാ, ആ മെയിൻ വെർബിന്റെ ടെൻസും കൂടി നോക്കണം. അത് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ് എന്നുള്ളത് കൂടി നോക്കണം. ഒന്നുകിൽ പ്രസന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് ആയിരിക്കും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരില്ല. കാരണം പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരികയാണെങ്കിൽ അതിന്റെ കൂടെ ഹാസോ ഹാവോ ഉണ്ടാവും. അപ്പൊ ഓക്സിലറി വെർബ് നമുക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ പ്രസന്റ് ടെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മള് ഷീ വെന്റ് ടു ഡൽഹി എന്ന് പറയുമ്പോ ഏത് ടെൻസ് ആണ് വെർബ്? മോനിഷ, ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് അല്ലെ? അങ്ങനെ തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഒന്നും ഇല്ലാതിരിക്കുകയും മെയിൻ വെർബ് നോക്കിക്കഴിഞ്ഞപ്പോ ആ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലുമാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ഡിഡ് വെച്ച് എഴുതണം. ഇത് ഓർത്തിരിക്കുക. ഇല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിട്ടേക്കാം. തന്നിരിക്കുന്ന വാചകത്തിൽ എന്തില്ലാതിരിക്കുന്നു? സഹായക്രിയകൾ, ഹെൽപ്പിംഗ് വെർബ്, ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കുകയും മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലും ഉള്ളത് ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഡിഡ് വെച്ച് എഴുതണം എന്നുള്ള കാര്യം ഇത് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിട്ടേക്കാം. ഈ വാചകത്തിന്റെ സൈഡിൽ. ഓക്കെ, തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കുകയും അപ്പൊ അത് മെയിൻ വെർബ് നോക്കി മെയിൻ വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അത് ഡിഡ് വെച്ചാണ് എഴുതേണ്ടത്. നേരത്തെ ആൻസി പറഞ്ഞതാണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ് ആൻസി. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഡ് എടുത്തു. ഓക്കെ, കിട്ടിയാലും ഡിഡ് വെച്ച് ഡിഡ് എടുത്തു. ഓക്കെ, അവിടെ ഡിഡ് അവിടെ നിൽക്കട്ടെ, നമ്മുടെ കയ്യിലുണ്ട്. ഡിഡ് നമ്മൾ എഴുതി വെച്ചു. ഇനി മോനിഷ നമുക്ക് എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന വാചകം ഷീ വെന്റ് ടു ഡൽഹി എന്നുള്ളത്
പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? പോസിറ്റീവ്. പോസിറ്റീവ്. അപ്പൊ ടാഗ് നെഗറ്റീവ് ആക്കണ്ടേ? ആ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഡിഡിന്റെ കൂടെ എന്ത് ചേർക്കണം? ഒരു നോട്ട് ചേർക്കണം. അപ്പൊ ഡിഡ് പ്ലസ് നോട്ട് നേരത്തെ ഇവിടെ വായിച്ചതാണ്. അത് എന്തായിട്ട് മാറും? ഡിഡിന്റെ. എന്താണ്? ഡിഡിന്റെ. ആ ഡിഡിന്റെ. പിന്നെ സബ്ജക്റ്റ് ഷീ, ഡിഡിന്റെ ഷീ. പിടി കിട്ടിയോ മനുഷ്യ? ഇപ്പൊ ഞാൻ പറഞ്ഞത് തിരിച്ചിങ്ങോട്ടൊന്ന് പറഞ്ഞ്. തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി ഇല്ലെങ്കിൽ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് വെച്ച് എഴുതണം. സിമ്പിൾ സിമ്പിൾ, വെരി വെരി സിമ്പിൾ അല്ലേ? സബിക കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞേ. തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ്സ് ഇല്ലെങ്കിൽ തന്നിരിക്കുന്ന വെർബ് പാസ്റ്റ് ആണെങ്കിൽ നോക്കണം, പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് വെച്ച് തുടങ്ങണം. വെരി സിമ്പിൾ. അപ്പൊ എളുപ്പമായില്ലേ? ഭയങ്കര എളുപ്പമായി. ഓക്കെ 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 യെസ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. വെരി സിമ്പിൾ. ഓക്കെ. അപ്പൊ അത്രയും മനസ്സിലായില്ല? അപ്പൊ ഞാൻ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാണ്. തന്നിരിക്കുന്ന ആദ്യം നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ് സെന്റൻസ് നോക്കണം. ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെന്ന് നോക്കണം. അതിന് പുറത്തേക്ക് എടുക്കണം. അതിന് പുറത്തേക്ക് എടുത്തിട്ട് നെഗറ്റീവ് ആക്കണമെങ്കിൽ നോട്ട് ചേർക്കണം, നെഗറ്റീവ് ആക്കണ്ടെങ്കിൽ നോട്ട് ചേർക്കണ്ട. അത്രയും നമുക്ക് മനസ്സിലായി. പിന്നെ ആമിൻ്റെ എഴുതരുത്, ആമിൻ്റെ എഴുതേണ്ട എല്ലാ സ്ഥലത്തും ആറിൻ്റെ എഴുതണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി തന്നിരിക്കുന്ന വാചകത്തില് ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ മെയിൻ വെർബ് ഒന്ന് നോക്കണം. ആ മെയിൻ വെർബ് ഒന്ന് നോക്കിയിട്ട് അത് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഡിഡ് ചേർത്ത് എഴുതണം. പിടികിട്ടിയല്ലോ? യെസ്, പിടികിട്ടി. ഞാൻ സെന്റൻസ് ഒന്ന് മാറ്റുകയാണ്. എനിക്ക് they go to Delhi. They go to Delhi, comma, dash, question mark. They go to Delhi, comma, dash, question mark. Mubina. Yes, sir. Yes, okay. ഈ തന്നിരിക്കുന്ന വാചകത്തിന്റെ ക്വസ്റ്റ്യൻ ആയി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Don't they. വെരി ഗുഡ്. എങ്ങനെ മനസ്സിലായത്? അത് ഗോ എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പം ഡു കൊടുത്തു. തന്നിരിക്കുന്നത് പോസിറ്റീവ് ടാഗ് ആണ്. അപ്പൊ നെഗറ്റീവ് ടാഗിന് വേണ്ടിയിട്ട് ഡോണ്ട്. ഓക്കെ. മോനിഷ പിടികിട്ടിയായിരുന്നു അത് എന്താണെന്ന്? മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയണം. അപ്പൊ നേരത്തെ പറഞ്ഞ ദേ ഗോ ടു ഡൽഹി എന്ന് പറയുമ്പോഴും ഇതിന്റെ അകത്ത് നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം തന്നെയാണ്. ഇതിനകത്ത് ഓക്സിലറി വെർബുകളില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബ് നോക്കി കഴിഞ്ഞപ്പോ ഗോ ആണ് മെയിൻ വെർബ് അല്ലെ? മെയിൻ വെർബ് ഗോ ആണ്. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ നമുക്ക് നേരത്തെ പഠിച്ചു ഡിഡ് ചേർത്താൽ മതി. നേരെ മറിച്ച് ഇത് മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലല്ല, പ്രസന്റ് ടെൻസിലാണ്. അപ്പോ ശ്രദ്ധിക്കണം, രണ്ട് കാര്യങ്ങൾ അവിടെ വരും. ഒന്നുകിൽ ഡു ചേർക്കണം, അല്ലെങ്കിൽ ഡസ് ചേർക്കണം. രണ്ട് ചാൻസുകൾ അവിടെ ഉണ്ട്. ഒന്നുകിൽ ഡു ചേർക്കണം, അല്ലെങ്കിൽ എന്ത് ചേർക്കണം? ഡസ്. രണ്ടെണ്ണം ഉണ്ട്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് മാത്രം മതിയായിരുന്നു. പ്രസന്റ് ടെൻസ് ആണ് മെയിൻ വെർബെങ്കിൽ ഒന്നുകിൽ ഡു അല്ലെങ്കിൽ ഡസ്. കേട്ടോ, ഡു അല്ലെങ്കിൽ ഡസ്. അപ്പൊ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കണം, ഡു എവിടെയെല്ലാം വരും, ഡസ് എവിടെയെല്ലാം വരും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കും. ഡു എവിടെയെല്ലാം വരും, ഡസ് എവിടെയെല്ലാം വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കും. അപ്പൊ നോക്കാം നമുക്ക് അത് ഡു എവിടെ വരും, ഡസ് എവിടെ വരും എന്നുള്ളത്
നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ തന്നിരിക്കുന്ന സെന്റൻസിന്റെ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ, സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുള്ളെങ്കിൽ, അപ്പൊ സബ്ജക്റ്റ് ഒന്നില്ലെങ്കിൽ ഹി ആയിരിക്കും, അല്ലെങ്കിൽ ഷീ ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഇത്, അല്ലെങ്കിൽ സിംഗുലർ ഒരാള് ബോയ് ഗേൾ, അങ്ങനെ സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ഡസ് വരും. അതിൻ്റെ അകത്ത് ഡസ് വരും. ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കൂടെ എന്ത് വരും? ഡു വരും. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഞാനൊന്ന് ചുരുക്കി പറയാം. തന്നിരിക്കുന്ന വാചകത്തിൽ സഹായക്രിയകൾ ഇല്ലാതിരിക്കുകയും മെയിൻ വെർബ് നോക്കുമ്പോൾ അത് പ്രസന്റ് ടെൻസുമാണെങ്കിൽ ഒന്നുകിൽ ഡു ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കണം. ഡു ഉപയോഗിക്കണം അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കണം. ഡസ് വരുന്നത് ഈ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് ആണ്, ഷീ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് ആണ്, സിംഗുലർ ഒരാളുള്ള ഏകവചനമാണെങ്കിൽ ഡസ് ആണ്. ബാക്കിയുള്ളത് ദേ സബ്ജക്റ്റ് വന്നാല്, ബി സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാല്, യു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാല്, ഐ വന്നു കഴിഞ്ഞാല്, പ്ലൂറൽ ബഹുവചനം വന്നു കഴിഞ്ഞാല് ഒക്കെ ഡു ആണ്. പിടി കിട്ടിയോ? അപ്പൊ നമുക്ക് ഈ വാചകത്തിൽ എങ്ങനെ വരാം നോക്കിയേ. ദേ ഗോ ടു ഡൽഹി, ഗോ പ്രസന്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് ചേർക്കണം. അപ്പൊ ഡു ചേർക്കണോ ഡസ് ചേർക്കണോ എന്നുള്ളത് സബ്ജക്റ്റിന് നോക്കാം. ദേയുടെ കൂടെ എന്താ വരാ? ഡു എന്നേ വരുള്ളൂ. ദേയുടെ കൂടെ ഡു വരുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡു എടുത്തു. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് അല്ലേ? നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഡുവിന്റെ കൂടെ എന്തെങ്കിലും കൂടി ചേർത്ത്? നോട്ട് എന്ന് കൂടി ചേർത്ത്. ഡു പ്ലസ് നോട്ട് എന്ന് പറയുമ്പോ ഡോണ്ട്, ഡോണ്ട് ദേ, ഇതാണ് എന്റെ ആൻസർ. ഡോണ്ട് ദേ. അതേ വാചകം തന്നെ ദേ ഗോ ടു ഡൽഹി എന്നുള്ളതിന് പകരം ഞാൻ ആ ദേ എന്നുള്ളതൊന്ന് വെട്ടുകയാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടാമത് എഴുതി ഹി ഗോസ് ടു ഡൽഹി എന്നാക്ക്. ഹി ഗോസ് ടു ഡൽഹി എന്നാക്ക്. ഹി ഗോസ് ടു ഡൽഹി, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഹി ഗോസ് ടു ഡൽഹി, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ശരണ്യ യെസ്. ആ ഇത് പറ്റി വയ്യേ? സാർ ആ ഓക്കെ, വയ്യെങ്കിലും കുഴപ്പമില്ല, റെസ്റ്റ് എടുത്തു. യു ടേക്ക് റെസ്റ്റ്. ഓക്കെ 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 ആ ഓക്കെ 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 കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ആ ഓക്കെ ഓക്കെ ശരിയാണ് ആൻസി. ഓക്കെ, ഞാനോടാണ് ചോദിക്കുക. നസീമ, ഇതിന്റെ ടാഗ് ഒന്ന് പറയാമോ? ഇപ്പൊ എഴുതിയതിന്റെ ഹി ഗോസ് ടു ഡൽഹി എന്നല്ലേ പറഞ്ഞു? കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നോക്കിയേ. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഹി ഗോസ് ടു ഡൽഹി, ഗോസ് എസ് അല്ല വന്നേക്കണേ, എസ് വന്ന് ഗോസ് എന്നാ വന്നേക്കണത്. അപ്പൊ പ്രസന്റ് ടെൻസ് ആണത്. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് എസ് ചേർത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡു അല്ലെങ്കിൽ ഡസ് ചേർക്കണം. അപ്പൊ ഡു അല്ലെങ്കിൽ ഡസ് ചേർക്കാൻ വേണ്ടിയിട്ട് ഏത് ചേർക്കണം എന്നുള്ള നമ്മൾ സബ്ജക്റ്റ് നോക്കി. സബ്ജക്റ്റ് നോക്കി കഴിഞ്ഞപ്പോ എന്താണ്? ഹി ആണ് സബ്ജക്റ്റ്. അതിന്റെ കൂടെ ഡു വരൂല, ഡസ്സേ വരുള്ളൂ. അപ്പൊ ഡസ് എടുത്തു. ഇനി നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു നോട്ട് കൂടി ചേർത്തു. അപ്പൊ എന്താ? ഡസ് പ്ലസ് നോട്ട് ഡസിന്റെ, ഡസ് പ്ലസ് നോട്ട് ഡസിന്റെ. അപ്പൊ ഡസിന്റെ ഹി എന്ന് വന്നു. അപ്പൊ ആൻസി, ഈ സബ്ജക്റ്റ് നോക്കാതെ തന്നെ നമുക്കിത് എഴുതാം. ഇത് നോക്കിയാൽ മതി എന്ന് പറയാമോ? സബ്ജക്റ്റ് നോക്കാതെ തന്നെ നമുക്കിത് ഇന്നതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? അതിന്റെ മെയിൻ വെർബ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ആ മെയിൻ വെർബ് നോക്കിയാൽ മതി. മെയിൻ വെർബിന്റെ അറ്റത്ത് എസ് ഉണ്ടെങ്കിൽ, എസ് വന്നിട്ട് അവസാനിച്ചേക്കുന്നതാണെങ്കിൽ, അതായത് തന്നിരിക്കുന്ന വാചകം
ആ വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബ് ഉണ്ട്. ആ മെയിൻ വെർബ് പ്രസന്റ് ടെൻസ് ആണ്. ആ പ്രസന്റ് ടെൻസിന്റെ ലാസ്റ്റ് ഒരു എസ് ഉണ്ടെങ്കിൽ ഡസ് നോട്ട് ആയിരിക്കും, ഡസിന്റെ ആയിരിക്കും വരാം. അത് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ അകത്ത് എല്ലാത്തിനും നമുക്ക് അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോഴേ വെർബിന്റെ കൂടെ എസ് വരുള്ളൂ. അപ്പൊ വെർബിന്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സിംഗുലർ ആണ് സബ്ജക്റ്റ് എന്ന്. അപ്പൊ ഡസിന്റെ വരുള്ളൂ. ഓക്കെ ആൻസി, യു ആർ റൈറ്റ്. ഓക്കെ Yes, sir. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. Thank you, sir. ഓക്കെ യെസ്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. If you have any doubt, you can ask. Yes. സംശയങ്ങളില്ല? ഓക്കെ 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 ഓക്കെ. സംശയങ്ങളില്ല അല്ലേ? ഓക്കെ. ഇനി കുറച്ച് എക്സെപ്ഷണൽ കേസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയാം. എഴുതിക്കോ. ലെറ്റ് us let us us pray pray. Let us pray pray, comma dash question mark. Let us pray. Just now. Yes, sir. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. നാട്ടുകാരിയുടെ ഒരു ചോദിക്കുകയാണ്. യെസ്, ലെറ്റ് us pray. ഇവിടെ എന്ത് വരും? പോസിറ്റീവ് ആണ് സെന്റൻസ്. സംഭവിച്ചു. വെരി ഗുഡ്. ആ ഒബ്സർവേഷൻ ഈസ് കറക്റ്റ്. പിന്നെ ഓക്സിലറി വെർബ് ഇല്ല. അതും സമ്മതിച്ചു. ഐ അഗ്രി. മെയിൻ വെർബ് അല്ലേ? അത് സമ്മതിച്ചു. പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. തന്നിരിക്കുന്ന വാചകത്തില് എന്തില്ലാന്ന് ഓക്സിലറി വെർബ് ഇല്ല എന്ന് മനസ്സിലായി. ഓക്കെ, ഇതൊക്കെ പിടിയില്ല. ഓക്കെ, ഇവർ ഒബ്സർവേഷൻസ് ആർ കറക്റ്റ്. താങ്കളുടെ ഒബ്സർവേഷൻ എല്ലാം കറക്റ്റ് ആണ്. നമുക്കിനി ടാഗ് എന്ന് വരും. ആലോചിച്ചോളൂ. ഓക്കെ 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 ഓക്കെ, ആലോചിച്ചോളൂ. നേരത്തെ നമുക്ക് മോനിഷ മനു എന്ത് തോന്നുന്നു? എന്തായിരിക്കും ഇവിടെ വരാൻ? മോനിഷ എന്ത് വരും ഇവിടെ? പരീക്ഷയ്ക്ക് വരുമ്പോ ഈ വക സാധനങ്ങളാ വരുള്ളൂ. നമ്മളൊക്കെ നമ്മൾ ഈ നിയമങ്ങൾ മുഴുവൻ പഠിച്ചതൊക്കെയാണ് പറഞ്ഞു. പക്ഷെ പരീക്ഷയ്ക്ക് വേറെ വഴിക്കണമല്ലോ അല്ലേ? പരീക്ഷയ്ക്ക് വരുമ്പോ ഇതൊക്കെ വരുള്ളൂ. ഞാനിത് ആൻസർ പറയാം. ഇപ്പൊ ഞാനൊരു സിഗ്നൽ കൊടുത്ത ആൻസി ഇപ്പൊ ആൻസർ പറയും. ഞാൻ ആൻസിനെ അവിടെ തടഞ്ഞു നിർത്തിയേക്കാണ്. Yes, sir. I am ready to say the answer. I am ready. I am ready, sir. യെസ്, അവർക്ക് ഇത് ഇതിനകത്ത് ഞാനിത് ഒന്ന് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാൻ സാധ്യത ഇല്ലാത്തവരെ നോക്കി പറഞ്ഞതാണ്. യെസ്, ഓക്കെ. മോനിഷയുടെ ചിന്തിക്കുന്ന രീതി അറിയാലോ. ജസ്റ്റിനൊക്കെ ചിന്തിക്കാൻ സമയം കൊടുത്തേക്കാണ്. മോനിഷ ചിന്തിച്ചപ്പോ എന്ത് തോന്നുന്നു? മോനിഷയുടെ ഭാവനയിൽ എന്ത് തോന്നുന്നു? ഇങ്ങനെ വരാം. നമുക്ക് ഇങ്ങനെ ചിന്തിച്ച് നമ്മുടേതായ രീതി നമുക്ക് കണ്ടെത്തില്ല. കുറെ ആൻസറുകൾ ഇത് ഇന്നതായിരിക്കും, ഇത് ഇന്നതാ വരും.
അതേപോലെ ചിന്തിച്ച് കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന നിയമങ്ങളൊക്കെ വെച്ച് എല്ലാം കൂടി വെച്ച് നോക്കി കഴിഞ്ഞപ്പോ എന്ത് വരാനാണ് സാധ്യത മനുഷ്യരുടെ ചിന്തകൾ വരുന്നത്? അതൊക്കെ ചോദ്യം. അപ്പൊ അവിടെ നിൽക്കട്ടെ. പറഞ്ഞോ. എന്തോ പറയാൻ പോയതല്ല, ഞാൻ വെച്ചൊന്നും പറയാനില്ല എന്ന് വിചാരിച്ചാണ്. മനുഷ്യ പറഞ്ഞോളൂ. ഈസിറ്റ് അല്ലേ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഈസ് ക്ലൂവാ. ലെറ്റസ് പ്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. വൈകുന്നേരം ആവുമ്പോ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറയാണ് ലെറ്റസ് പ്രേ. ജസ്ന, ആലോചന എവിടം വരെ ആയി? എവിടം വരെ ആയിട്ടില്ല. ലെറ്റസ് എന്ന് പറയുമ്പോ പ്ലൂറലും അല്ലേ? പ്ലൂറലാണ്. അസ്, ഞങ്ങളെ, നമുക്ക്. ഓക്കെ, വി എന്നുള്ളതിന്റെ ഒബ്ജക്റ്റീവ് കേസാണ് അസ്. ഓക്കെ, അപ്പൊ നമുക്ക് പന്ത് രണ്ടുപേരുണ്ട്, ആൻസിയുമുണ്ട്, നസീമുണ്ട്. രണ്ടുപേർക്കും അറിയാം. ആക്കിൽ ഒരാളോട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആൻസി പറഞ്ഞോളൂ. അപ്പൊ കണ്ണടച്ച് വിശ്വസിച്ചു. ഒരു നിയമം നോക്കണ്ട, ഒന്നും നോക്കണ്ട. ലെറ്റസിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ എല്ലാത്തിന്റെ ടാഗ് ഷാൽ ബി എന്നായിരിക്കും. ഷാൽ ബി. അതങ്ങോട്ട് ബൈ ഹാർട്ട് നമ്മൾ നേരത്തെ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ് സ്ഥാനം പഠിച്ചു വെച്ചില്ലേ? അതുപോലെ കണ്ണടച്ച് വിശ്വസിച്ചോ, നിയമവും കാര്യങ്ങളും ഒന്നും നോക്കണ്ട. ലെറ്റസ് ആണോ കണ്ണടച്ച് വെച്ചിട്ടോ എന്തായിരിക്കും? അത് ഷാൽ ബി. ഷാൽ ബി. നസീമ ഇത് തന്നെയല്ലേ പറയാൻ പോയേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നസീമയും ആൻസിയും പറഞ്ഞിട്ട് കണക്കാക്കി കേട്ടോ. രണ്ടുപേർക്കും ഒപ്പം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരാളോട് പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ജസ്ന വേറൊരു ചിന്തയും വേണ്ട, ആലോചിക്കേണ്ട. ഷാൽ ബി കേട്ടോ. മോനിഷ ഷാൽ ബി. ഓക്കെ ഓക്കെ, ഷാൽ ബി എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചുള്ള ഇനിയുള്ള സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയിപ്പോ നിങ്ങൾ മറന്നുപോകില്ല ഒരിക്കലും. ഇത്രയും ഒരു സങ്കീർണതയിലൊക്കെ നിന്നതുകൊണ്ടും ബാക്കി ചോദിക്കാത്ത അന്ന് അവരോട് ചോദിച്ചതാണല്ലോ, അപ്പൊ അതൊക്കെ ഉറപ്പേര് നിന്നുകൊണ്ടും ഇനി ജീവിതകാലത്ത് നിങ്ങൾ മറക്കൂല. നിങ്ങൾ എപ്പോ പറഞ്ഞാലും പറയും ലെറ്റസ് ആണ് അവിടെ ഷാൽബിയാണ്. ഓക്കെ, നിങ്ങളത് മറക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ ആ ഉദ്ദേശം സബലീകൃതമായി. ഓക്കെ, ഐ റൈറ്റ് യു വൺ മോർ സെന്റൻസ്. എഴുതിക്കോളൂ. ജോൺ, JOHN, John does not eat much, MUCH, comma, dash, question mark. John does not eat much. ജോൺ അധികം ഭക്ഷണം കഴിക്കാറില്ല. ഓക്കെ, എഴുതിക്കോളൂ. അതിനെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതിയിട്ട് യെസ്. നസീം ഇവിടെ കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? ഓക്കെ 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 ഓക്കെ. നസീമ വായിച്ചോ? ഡസ് ഹി. സബിക എന്താ എഴുതിയാക്കണേ? ഡസ് ഹി. നിസി എന്താ എഴുതിയാക്കണേ? ഡസ് ഹി. കറക്റ്റ് ആണ്. ആരെങ്കിലും ഡസ് ജോൺ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ജോൺ മാറ്റുക. ജോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ആണിന്റെ പേരാണ്. അപ്പൊ എന്ത് പറയാ? ഹി എന്ന് ചേർത്തേക്ക. അവിടെ ഒരു ലേഡിയുടെ പേരായിരുന്നെങ്കിൽ ഷീ എന്ന് ചേർത്തേക്ക. ഓക്കെ ഓക്കെ, അത് ആരെങ്കിലും തെറ്റിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അടുത്തത് രവി. നെക്സ്റ്റ് സെൻസ്. രവി has not finished, FINISHED, finished the work, WORK.
Ravi has not finished the work, comma, dash, question mark. Once again, Ravi has not finished the work, comma, dash, question mark. Okay, very good. കഴിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൽഫ കഴിഞ്ഞോ? മുബീന ഫിനിഷ്ഡ്? Yes, sir. ആ, വായിച്ചോളൂ. Has he? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ പറയണം, നമുക്കത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് I am ill, I-double-L, I am ill, comma, dash, question mark. I am ill, comma, dash, question mark. Okay, എഴുതിക്കോളൂ. I am ill, comma, dash, question mark. അപ്പൊ ശരണ്യ കഴിഞ്ഞോ? ആറിൻ്റെത് മാത്രം മതിയോ? ആറിൻ്റെ ഒരു സബ്ജക്റ്റ് വേണ്ടേ? ആറിൻ്റെ ആറിൻ്റെ ഐ. ഓക്കെ, വെരി ഗുഡ് കേട്ടാ. ആറിൻ്റെ ഐ. ഓക്കെ കേട്ടാ. ശരി പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നസീമയും മാനസും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ആറിൻ്റെ ഐ. വെരി ഗുഡ്. യെസ്, അടുത്തത് എഴുതിക്കോളൂ. The boy can swim, S-W-I-M, swim. The boy can swim, S-W-I-M, swim, comma, dash, question mark. The boy can swim, comma, dash, question mark. Okay, എഴുതിക്കോളൂ. യെസ്, കഴിഞ്ഞൊരു വായിച്ചോളൂ. Can he? ഓക്കെ. കാൻ ബോയ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹി ആക്കാം. അപ്പൊ കാൻ ഹി. ഓക്കെ. ആൻസർ ഈസ് റൈറ്റ്, കറക്റ്റ് ആണ് ആൻസർ, കൃത്യമാണ്. ഓക്കെ. യെസ്, അടുത്തത്
Mary was in the class. Mary was in the class, comma, dash, question mark. Mary was in the class, comma, dash, question mark. Okay. Very good. Yes. Nancy baby, by you. Yes, sir. Wasn't she? Wasn't she? Very good, very good. Correct, Anna. Thank you, sir. Okay, okay, very good, very good, very good. Okay. Yes. அடுத்தது. Few people, FEW. Few people അപ്പോ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. പീപ്പിൾ എന്നുള്ള മാറ്റി. Few people എന്നുള്ള വിട്ടിട്ടാ. Few students, STUDENTS, students listen. Listen the class. Few students listen the class, comma, dash, question mark. Few students listen the class, comma, dash, question mark. കഴിഞ്ഞ കാണുമെന്ന് വിശ്വസിക്കുന്നു. സബിയ. Yes, sir. ആൻസർ വായിച്ചോളൂ. Don't they? Don't they? ശരണ്യ. ഞാൻ എഴുതിയത് ഡസിൻ ദേ. ഡസിൻ്റെതാണ്. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ അല്ലേ? ഓക്കെ. നിസിയ. ഞാനും ഡെസ് എഴുതിയത്. ഡസ് വരുമ്പോ ഒരാളല്ല വരാൻ പാടുള്ളത്. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയില്ലേ? അൽഫ. Don't they? നസീമ. Didn't they? Didn't they? Didn't they? Ansi. Don't they? Don't they? Ansel. Annie Joseph. Ansel, Annie Joseph. ഓക്കെ. അപ്പേ അടുത്ത വർഷം വരുന്ന വിഷയം പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ എല്ലാവരും എഴുതിയ മിസ്റ്റേക്കാണ്. കാരണം ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും സ്വന്തം, ഞാൻ ആൻസിയിൽ നിന്ന്
നസീമയിൽ കറക്റ്റ് ആയിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവിടെയും തെറ്റുപറ്റിപ്പോയി. കാരണം ഈ ഫ്യൂ എന്ന് പറയുന്ന വേർഡില്ലേ, അത് നെഗറ്റീവാണ്. ഫ്യൂ എന്ന് പറയുന്ന വേർഡ് എന്താണ്? നെഗറ്റീവ് വേർഡാണ്. എ ഫ്യൂ എന്ന് പറഞ്ഞാലാണ് പോസിറ്റീവ് ആവുള്ളൂ. ഞാൻ ആൻസി അല്ലെങ്കിൽ നസീമ കറക്റ്റ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അതെന്താണ് നമുക്ക് പറയാം, നമുക്ക് സാധാരണഗതിയിൽ നോട്ട് കാണുമ്പോൾ, നെവർ കാണുമ്പോൾ അത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ കുറച്ച് വാക്കുകൾ ഇതുപോലെ ഉണ്ട്. ഫ്യൂ എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവാണ്. സ്കേഴ്സ്ലി എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവാണ്. ഹാർഡിലി എന്ന് പറയുന്ന HARDL നെഗറ്റീവാണ്. പിന്നെ സെൽഡം എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവാണ്. ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവാണ്. ഇതൊക്കെ നെഗറ്റീവാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അത് അറിയാവുന്നവരാണെങ്കിൽ കറക്റ്റ് ആക്കി ചെയ്യട്ടെ, അപ്പൊ അവരൊന്ന് അഭിനന്ദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മിണ്ടാതെ പറഞ്ഞത്. ഐ എക്സ്പെക്ടഡ് ആൻസി ആൻഡ് നസീമ വിൽ കറക്റ്റ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ ഒരു മിസ്റ്റേക്ക് വന്നു. ഫ്യൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വേർഡ്സ് ആണ് അല്ലേ, അതാണ് പറ്റിയ. അപ്പൊ ഡിർദേന്ന വരുന്നത് അല്ലേ? നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ആയിട്ടായിരുന്നു. ആൻസി പിടിയോ? ഡിർദേന്നല്ലേ സാർ? അല്ല, ഡിറ്റല്ല, ലിസൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ലിസൺ, LISTEN, ലിസൺ. ലിസൺ എന്ന് പറയുമ്പോൾ പ്രസന്റ് അല്ലേ? അപ്പൊ ഡു ലിസൺ എന്നല്ല പറഞ്ഞേക്കണത്, ലിസൺ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ എന്തോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഈ ഫ്യൂ എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവ്. നേരെ മറിച്ച് എ ഫ്യൂ എന്ന് പറഞ്ഞു വിചാരിക്കും, അപ്പൊ നെഗറ്റീവ് ആവില്ല, അപ്പൊ പോസിറ്റീവ് ആണ്. എ ഫ്യൂ കുറച്ച് എന്ന അർത്ഥത്തിലാണ്. ഫ്യൂ എന്ന് പറഞ്ഞാല് ഇല്ല, നെഗറ്റീവ് എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഒന്ന് ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. നിങ്ങൾ വരുമ്പോ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്, നെഗറ്റീവ് സെന്റൻസ് എങ്ങനെ, പോസിറ്റീവ് സെന്റൻസ് എങ്ങനെ, തന്നിരിക്കുന്നതിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ ടെൻസ് നോക്കണം. ടെൻസ് നോക്കി കഴിയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിറ്റ് വെച്ച്, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വെച്ച്. ആമിന്റെ എഴുതരുത്, പകരം അവിടെ ആറിന്റെ എഴുതണം. ലെറ്റേഴ്സ് വെച്ചാണ് ആരംഭിച്ചേക്കണെങ്കിൽ ഷാൽ ബി എന്ന് എഴുതാവൂ. സിമ്പിൾ അല്ലേ? യെസ്. പിന്നെ നോ, നെവർ എന്ന് തോന്നാതെ നെഗറ്റീവായിട്ട് തോന്നുന്ന സാധ്യതയുള്ള കുറച്ച് വേർഡുകൾ ഉണ്ട്. ആ വേർഡുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, യുവർ പെർഫോമൻസ് വാസ് വെരി സൂപ്പർ. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് we will meet in the next class next day. Okay, good night. Thank you, sir. Good night. Good night, sir. Good night, sir. Okay.